നമ്മുടെ ബേസിക് നാഷണൽ ഐഡൻറ്റിറ്റീസ് നിങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടെ റീപ്രൊഡ്യൂസ് ചെയ്യാണ്. സോ ദി 4 ബേസിക് നാഷണൽ ഐഡൻറ്റിറ്റീസ്. ഫസ്റ്റ് ഈസ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, സെക്കൻഡ് ഈസ് ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്, ദെൻ നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആൻഡ് നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ്. ഇനി നമ്മൾ കാണുന്നത് ഈ ഐഡൻറ്റിറ്റീസിനെ നമുക്ക് 2 രീതിയിൽ എക്സ്പ്രസ് ചെയ്യാം. ഫസ്റ്റ് ഈസ് മാർക്കറ്റ് പ്രൈസസ്. ഓക്കെ, സോ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസസ്, ഗ്രോസ് നാഷണൽ product at market prices. Similarly, net domestic product at market prices or net national product at market prices. Okay, so അതുപോലെ തന്നെ നമുക്ക് ഫാക്ടർ കോസ്റ്റിലും നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ്, ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ്, നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ്, നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ്. So you can express national identities, the major national identities, either in market prices or in factor cost. സോ ഇവിടെ നമ്മൾ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിനെ 2 പ്രൈസസിലും അല്ലെങ്കിൽ 2 തലത്തിലും നമ്മൾ എക്സ്പ്രസ് ചെയ്യണം. മാർക്കറ്റ് പ്രൈസിലും ഫാക്ടർ കോസ്റ്റിലും. ഓക്കെ, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മാർക്കറ്റ് പ്രൈസസ്, ദാറ്റ് ഈസ് കോൾഡ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ്. ദെൻ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അറ്റ് ദി സെയിം ടൈം ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ഫാക്ടർ കോസ്റ്റ്, ദാറ്റ് ഈസ് കോൾഡ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ഫാക്ടർ കോസ്റ്റ്. ഇനി നമ്മൾ കാണേണ്ട കാര്യം, മാർക്കറ്റ് പ്രൈസസും ഫാക്ടർ കോസ്റ്റും തമ്മിൽ എന്താണ് വ്യത്യാസം, ഒരു അക്കൗണ്ടിങ് സെൻസിൽ എന്താണ് വ്യത്യാസം? ഹിയർ മണി വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ക്യാൻ ബി എസ്റ്റിമേറ്റഡ് ഇൻ 2 ways. സോ ദാറ്റ് ഈസ് ദ തിങ്, ക്യാൻ ബി എക്സ്പ്രസ് ഇൻ ഐദർ ഇൻ മാർക്കറ്റ് പ്രൈസ് ഓർ ഇൻ ഫാക്ടർ കോസ്റ്റ്. അതിൽ നമ്മൾ ആദ്യം കാണുന്നത് എന്താണ് ഫാക്ടർ കോസ്റ്റ്. നമ്മൾ കണ്ടു GDP ക്യാൻ ബി എക്സ്പ്രസ് ഇൻ ഫാക്ടർ കോസ്റ്റ് ആൻഡ് മാർക്കറ്റ് പ്രൈസസ്. ഓക്കെ, അപ്പോൾ GDP അറ്റ് ഫാക്ടർ കോസ്റ്റിലെ ഫാക്ടർ കോസ്റ്റ് എന്താണ്? ഫാക്ടേഴ്സിന് കൊടുക്കുന്ന റിവാർഡാണ് ഫാക്ടർ കോസ്റ്റ്. നമ്മൾ കണക്കിലാക്കിയാൽ മതി, അല്ലെ കൂടുതൽ നമ്മൾ അതിൻ്റെ അകത്ത് ഇവിടെ പഠിക്കേണ്ട കാര്യമില്ല. ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുകയാണെങ്കിൽ ലേബർ, ക്യാപിറ്റൽ, ലാൻഡ്, ഓൺട്രപ്രണർഷിപ്പ്, അപ്പോൾ അവയ്ക്ക് കൊടുക്കുന്ന റെമ്യൂണറേഷൻ്റെ എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് GDP നമുക്ക് കണക്കാക്കാൻ പറ്റും. ആ ലോജിക്കിൽ നിന്നാണ് ഈ ഫാക്ടർ കോസ്റ്റ് എന്നുള്ളത് നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നാഷണൽ ഇൻകത്തിൽ. ഓക്കെ, നമുക്ക് കാണാം എന്താണ് ഫാക്ടർ കോസ്റ്റ് എന്നുള്ളത്. ഫാക്ടർ കോസ്റ്റ് റെഫേഴ്സ് ടു ദി ഫാക്ടർ പേയ്മെൻറ്റ്സ് മെയ്ഡ് ബൈ ഫേംസ് ടു ദി ഓണേഴ്സ് ഓഫ് ഫാക്ടേഴ്സ് ഫോർ പ്രൊവൈഡിങ് ദെയർ സർവീസസ്, ദാറ്റ് മീൻസ് ക്യാപിറ്റൽ ആൻഡ് ലേബർ. ഓക്കെ, ഇനി നാഷണൽ ഇൻകം ഇൻ ടേംസ് ഓഫ് ഫാക്ടർ കോസ്റ്റ് എങ്ങനെയായിരിക്കും നമ്മളത് മെഷർ ചെയ്യേണ്ടത്? നാഷണൽ ഇൻകം ഓർ നാഷണൽ പ്രോഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ് ഈസ് ദ സം ഓഫ് ദി റിവാർഡ്സ് ഗിവൺ ടു ഓൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഇൻ ദി ഫോം ഓഫ് വേജസ്, റെൻറ്റ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്, ഡിവിഡൻഡ്, എക്സെട്ര. ഇനി നമ്മൾ രണ്ടാമത്തെ എക്സ്പ്രഷൻ നോക്കുക, മാർക്കറ്റ് പ്രൈസ്. ഇത് നമുക്ക് ഭയങ്കര ഈസിയാണ്, നമുക്കറിയായിരിക്കും. ഇക്കോണമിയിലുള്ള GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവിടെ ഉണ്ടാക്കുന്ന ഗുഡ്സിൻ്റെയും സർവീസസിൻ്റെയും അതിൻ്റെ എമൗണ്ടിനെ കറസ്പോണ്ടിങ് അതിൻ്റെ പ്രൈസുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വർഷത്തെ GDP കിട്ടും. ശരിയല്ലേ? അപ്പോൾ അങ്ങനെ നമ്മൾ മാർക്കറ്റ് പ്രൈസസിൽ എടുക്കുന്നതിനെയാണ് GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് എന്നും അല്ലെങ്കിൽ NDP അറ്റ് മാർക്കറ്റ് പ്രൈസ് എന്നും അതല്ലെങ്കിൽ GNP അറ്റ് മാർക്കറ്റ് പ്രൈസ് എന്നും പറയാം. അപ്പോൾ ഫാക്ടേഴ്സിന് കൊടുക്കുന്ന റെമ്യൂണറേഷൻ അല്ല, അതിൻ്റെ സമ്മായിട്ടല്ല, മറിച്ച് മാർക്കറ്റിൽ ഓരോ പ്രൊഡക്റ്റും വിറ്റുപോയ പ്രൈസസിൻ്റെ എല്ലാം കൂടെ നമ്മൾ ക്യുമുലേറ്റ് ചെയ്ത് കണ്ടെത്തുന്ന ആ ഒരു മെത്തേഡിന് പറയുന്ന പേരാണ് മാർക്കറ്റ് പ്രൈസ് മെത്തേഡ് അല്ലെങ്കിൽ GDP എസ്റ്റിമേഷൻ അറ്റ് മാർക്കറ്റ് പ്രൈസസ്. ഓക്കെ, market price is the price at which a commodity is sold in the market. So that is enough for market price. ഇനി രണ്ടും തമ്മിലുള്ള വ്യത്യാസം, the difference between market price and factor cost is that the prices that consumers pay differs from the price that firms receive. ഓക്കെ, ഇതാണ് അതിൻ്റെ വ്യത്യാസം. നമ്മൾ 2 രീതി അഡോപ്റ്റ് ചെയ്യുമ്പം എന്തെങ്കിലുമൊക്കെ ഒരു അക്കൗണ്ടിങ് ഡിഫറൻസ് ഉണ്ടോ, ഒരു വാല്യൂ ഡിഫറൻസ് ഉണ്ടോ? തീർച്ചയായിട്ടും ഒരു വാല്യൂ ഡിഫറൻസ് ഉണ്ട്. ഒരിക്കലും നമ്മൾ ഉപേക്ഷിച്ച് കളയാൻ പറ്റാത്ത തരത്തിലുള്ള ഡിഫറൻസ്. ആ ഡിഫറൻസ് ഇതാണ്, ഒരു പ്രോഡക്റ്റിന് മാർക്കറ്റിൽ മുഴുവൻ പ്രോഡക്റ്റുകൾക്കും കൂടെ മാർക്കറ്റിൽ കൊടുത്ത വില എടുത്തു കഴിഞ്ഞാൽ ഓക്കെ, അത് ഫാക്ടേഴ്സിന് കൊടുക്കുന്ന റിവാർഡിനേക്കാളും കൂടുതലായിരിക്കും. അണ്ടർസ്റ്റാൻഡബിളി അങ്ങനെ ആയിരിക്കും മിക്കവാറും തന്നെ കേസിൽ. അപ്പോൾ അത് എങ്ങനെയാണ് ഈ മാർക്കറ്റ് പ്രൈസും അല്ലെങ്കിൽ ഫാക്ടർ കോസ്റ്റും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ നോക്കുകയാണ്. ഡിഫറൻസ് ഈസ് ബിക്കോസ് ഓഫ് 2 factors. ഫസ്റ്റ്, ദർ ഇസ് ഇൻഡയറക്റ്റ് ടാക്സസ്. ഓക്കെ, സെക്കൻഡ്, ദർ ഇസ് സബ്സിഡീസ്. ഓക്കെ, അപ്പോൾ ഇൻഡയറക്റ്റ് ടാക്സും സബ്സിഡീസും ഇവ കാരണമാണ് GDP അറ്റ് മാർക്കറ്റ് പ്രൈസ്, GDP അറ്റ് ഫാക്ടർ കോസ്റ്റിന് വ്യത്യാസമായിരിക്കുന്നത്. ഇനി അത് നമ്മൾ ഇൻഡയറക്റ്റ് ടാക്സ് എങ്ങനെയാണ് ഈ 2 ഫാക്ടേഴ്സിനെയും തമ്മിൽ വ്യത്യസ്തവൽക്കരിക്കുന്നത് നമുക്ക് നോക്കാം. ഇൻഡയറക്റ്റ് ടാക്സസ് ആർ ടാക്സസ് ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ് ലൈക്ക് GST, കസ്റ്റംസ് ഡ്യൂട്ടീസ്, എക്സെട്ര പേ ടു ദി ഗവൺമെൻറ്. ശ്രദ്ധിക്കുക, നമ്മളിവിടെ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, എല്ലാ ടാക്സിനും പറഞ്ഞിട്ടില്ല, ഡയറക്റ്റ് ടാക്സിനും പറഞ്ഞിട്ടില്ല. ദീസ് ടാക്സസ് ആർ നോട്ട് പാർട്ട് ഓഫ് ദി ഫാക്ടർ ഏണിങ്സ്. ശരിക്കും നമ്മൾ ഫാക്ടർ ഏണിങ്സിൽ ടാക്സ് വരുന്നുണ്ടോ? ലേബറിന് കൊടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ടാക്സ് കൂട്ടിയല്ല വരുന്നത്, അല്ലെങ്കിൽ ക്യാപിറ്റലിന് കൊടുക്കുന്ന റിവാർഡിൻ്റെ അകത്ത് ടാക്സ് കൂട്ടിയല്ല നമ്മൾ വരുന്നത്. ഇൻഡയറക്റ്റ് ടാക്സ് അതിൻ്റെ അകത്ത് വരുന്നില്ല. നേരെ തിരിച്ച് ഒരു കമ്മോഡിറ്റി മാർക്കറ്റിൽ വിൽക്കപ്പെടുമ്പോൾ അവിടെ ഇൻഡയറക്റ്റ് ടാക്സും കൂടെ വരുന്നുണ്ട്.
ദേ ഷുഡ് ബി റെഡ്യൂസ്ഡ് ഫ്രം മാർക്കറ്റ് പ്രൈസ് ടു ഗെറ്റ് ദി ഫാക്ടർ ഇൻകം. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ എന്ത് ചെയ്യണം? നമ്മൾ ഫാക്ടർ ഇൻകം കാണണമെങ്കിൽ ജി ഡി പി അറ്റ് ഫാക്ടർ കോസ്റ്റിൽ അല്ലെങ്കിൽ ഫാക്ടർ ഇൻകം നമ്മൾ കാണണമെങ്കിൽ നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസിന് കൊടുത്ത എല്ലാ വിലയിൽ നിന്നും നമ്മൾ എന്ത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും? ഇൻഡയറക്റ്റ് ടാക്സിനെ നമ്മൾ ഇൻഡയറക്റ്റ് ടാക്സിനെ കുറയ്ക്കേണ്ടി വരും. കുറച്ചാൽ മാത്രമേ നമുക്ക് ഫാക്ടർ ഇൻകം നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇൻഡയറക്റ്റ് ടാക്സിനെ നമുക്ക് കുറയ്ക്കണം. എവിടുന്ന് കുറയ്ക്കണം? എന്ത് കിട്ടാൻ കുറയ്ക്കണം? നമ്മൾ ജി ഡി പി അറ്റ് ഫാക്ടർ കോസ്റ്റ് കിട്ടാൻ ജി ഡി പി അറ്റ് മാർക്കറ്റ് പ്രൈസിൽ നമ്മൾ എന്ത് കുറയ്ക്കണം? ഇൻഡയറക്റ്റ് ടാക്സ് കുറയ്ക്കണം. കാരണം ഫാക്ടർ കോസ്റ്റിൽ ഇൻഡയറക്റ്റ് ടാക്സ് ഇല്ല, പക്ഷേ പ്രോഡക്റ്റിൻ്റെ പ്രൈസിൽ എന്തുണ്ട്? ഇൻഡയറക്റ്റ് ടാക്സ് ഉണ്ട്. സോ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ മാർക്കറ്റ് പ്രൈസസിനെയും അല്ലെങ്കിൽ ഫാക്ടർ കോസ്റ്റിനെയും ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന രണ്ടാമത്തെ എലമെൻറ്റിനെ പരിഗണിക്കുക. രണ്ടാമത്തെ സബ്സിഡീസാണ്. എങ്ങനെയാണ് സബ്സിഡി ഇത് രണ്ടിനെയും നമ്മൾ വ്യത്യസ്തവൽക്കരിക്കുന്നത്? സബ്സിഡീസ് ആർ എക്സ്ട്രാ മണി പെയ്ഡ് ബൈ ദി ഗവൺമെൻറ് ടു ദി പ്രൊഡ്യൂസേഴ്സ് വിത്തൗട്ട് എനി റെസിപ്രോക്കൽ പേയ്മെൻറ്റ് ടു ദി ഗവൺമെൻറ്. സോ സബ്സിഡീസ് ടെൻ ടു മേക്ക് മാർക്കറ്റ് പ്രൈസസ് ലോവർ. റിമെമ്പർ, ഒരു പ്രൊഡ്യൂസർക്ക് സബ്സിഡി കിട്ടുന്നുണ്ട്. ആ സബ്സിഡി കാരണം അയാൾക്ക് കുറച്ച് വിലയിൽ അയാൾക്ക് ആ പ്രൊഡക്റ്റ് വിൽക്കാൻ പറ്റി. അപ്പോൾ ആ സബ്സിഡി പ്രൈസസ് വരുന്നില്ല, പക്ഷേ അതൊരു ഗവൺമെൻറ് കൊടുക്കുന്ന ഒരു ചിലവ് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ശരിക്കും മാർക്കറ്റ് പ്രൈസസിൻ്റെ കൂടെ സബ്സിഡിയും കൂടെ ആഡ് ചെയ്യണം, എന്നാലേ അതിൻ്റെ യഥാർത്ഥ വില നമുക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ. ഹെൻസ് ടു ഗെറ്റ് ഫാക്ടർ കോസ്റ്റ് ഫ്രം മാർക്കറ്റ് പ്രൈസ് യു ഹാവ് ടു ആഡ് സബ്സിഡീസ് ടു മാർക്കറ്റ് പ്രൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ മാർക്കറ്റ് പ്രൈസും ഫാക്ടർ കോസ്റ്റുമായിട്ട് ലിങ്ക് ചെയ്യുമ്പോൾ നമ്മളത് എങ്ങനെ പറയും? നമ്മൾ മാർക്കറ്റ് പ്രൈസസിൽ നിന്ന് ഫാക്ടർ കോസ്റ്റിൽ ജി ഡി പി കാണുമ്പോൾ മാർക്കറ്റ് പ്രൈസസിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യേണ്ടി വരും? സബ്സിഡി ആഡ് ചെയ്യേണ്ടി വരും. കാരണം സബ്സിഡിയുടെ ഒരു ഇമ്പാക്റ്റ് മാർക്കറ്റ് പ്രൈസ് വരാത്തതുകൊണ്ട് സബ്സിഡി നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഹെൻസ് യു ഹാവ് ടു ഡിഡക്ട് ടാക്സസ് മീൻസ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് ആഡ് സബ്സിഡീസ് ഫ്രം നാഷണൽ ഇൻകം അറ്റ് മാർക്കറ്റ് പ്രൈസ് ടു ഗെറ്റ് നാഷണൽ ഇൻകം അറ്റ് ഫാക്ടർ കോസ്റ്റ്. അപ്പോൾ നാഷണൽ ഇൻകം അറ്റ് ഫാക്ടർ കോസ്റ്റ് നമ്മൾ കണ്ടെത്തണമെങ്കിൽ, നാഷണൽ ഇൻകം അറ്റ് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് കണ്ടെത്തണമെങ്കിൽ നമ്മൾ എന്ത് ആഡ് ചെയ്യണം? നമ്മൾ സബ്സിഡി ആഡ് ചെയ്യണം. പക്ഷേ എന്ത് നമ്മൾ കുറയ്ക്കണം? നമ്മൾ ഇൻഡയറക്റ്റ് ടാക്സ് കുറയ്ക്കേണ്ടി വരും. ഓക്കെ, സോ വെൻ എസ്റ്റിമേറ്റിംഗ് ജി ഡി പി അറ്റ് ഫാക്ടർ കോസ്റ്റ് ഫ്രം ജി ഡി പി അറ്റ് മാർക്കറ്റ് പ്രൈസ് വി ഷുഡ് റെഡ്യൂസ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് ആഡ് സബ്സിഡീസ്. നമ്മൾ പറയാം ഒരു ഐഡൻറ്റിറ്റി, ജി ഡി പി അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് പ്രൈസോട്ട് എന്ത് വ്യത്യാസം? ജി ഡി പി അറ്റ് ഫാക്ടർ കോസ്റ്റ് ഈസ് ഇക്വൽ ടു ജി ഡി പി അറ്റ് മാർക്കറ്റ് പ്രൈസസ് മൈനസ് ഇൻഡയറക്റ്റ് ടാക്സസ് പ്ലസ് സബ്സിഡീസ്. ഓക്കെ, അങ്ങനെ ഇൻഡയറക്റ്റ് ടാക്സ് കുറച്ചിട്ട് സബ്സിഡി ആഡ് ചെയ്യുന്നതിന് നമ്മൾ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയും. ഓക്കെ, നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് ടാക്സിൽ എത്ര മിച്ചമുണ്ട്. അപ്പോൾ ഇൻഡയറക്റ്റ് ടാക്സിൽ നിന്ന് ഇവിടെ നമ്മൾ എന്താ പറയുന്നത്? സബ്സിഡി കുറയ്ക്കണം. അപ്പോൾ അത് നമ്മൾ സിംപ്ലിഫൈ ഇങ്ങോട്ട് കൊണ്ടുവരിക. ജി ഡി പി അറ്റ് ഫാക്ടർ കോസ്റ്റ് ജി ഡി പി അറ്റ് മാർക്കറ്റ് പ്രൈസ് മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ്. ഓക്കെ, അപ്പോൾ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഡയറക്റ്റ് ടാക്സിൽ നിന്ന് നമ്മൾ സബ്സിഡി കുറയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നെറ്റിന് മിച്ചമുള്ളത്. ഇൻഡയറക്റ്റ് ടാക്സിൽ മിച്ചമുള്ളത്. ഇൻഡയറക്റ്റ് ടാക്സ് കുറയ്ക്കണമല്ലോ. ഇൻഡയറക്റ്റ് ടാക്സിൽ മിച്ചമുള്ളത് എന്ത് മിച്ചമുള്ളത്? സബ്സിഡി കുറച്ചതിന് ശേഷം മിച്ചമുള്ളത്. വി ആർ കമ്മിങ് ടു ദി തേർഡ് കീ ഐഡൻറ്റിറ്റി. ഓക്കെ, ദാറ്റ് ഈസ് ഫാക്ടർ കോസ്റ്റ് ഈസ് ഇക്വൽ ടു മാർക്കറ്റ് പ്രൈസസ് മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ്. ഇത് നമ്മുടെ ഈ നാഷണൽ ഇൻകം കോൺസെപ്റ്റിലെ മൂന്നാമത്തെ ഐഡൻറ്റിറ്റി. ഇത് നമ്മൾ ഈ ഒരു ടോപ്പിക്ക് മാത്രമേ നമ്മൾ അപ്ലൈ ചെയ്യുന്നുള്ളൂ. നമ്മൾ ഓർത്തിരിക്കണം, നാഷണൽ ഇൻകം കോൺസെപ്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മൂന്നാമത്തെ കീ ഐഡൻറ്റിറ്റി. ആദ്യത്തേതിൽ നാഷണൽ പ്രൊഡക്റ്റും ഡൊമസ്റ്റിക് പ്രൊഡക്റ്റും തമ്മിലുള്ള വ്യത്യാസം നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ആയിരുന്നെങ്കിൽ, രണ്ടാമത്തേൽ ഗ്രോസും നെറ്റും തമ്മിലുള്ള വ്യത്യാസം ഡിപ്രീസിയേഷൻ ആയിരുന്നെങ്കിൽ, ഇവിടെ ഫാക്ടർ കോസ്റ്റും മാർക്കറ്റ് പ്രൈസും തമ്മിലുള്ള വ്യത്യാസം നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സാണ്. ഈ മൂന്ന് കീ ഐഡൻറ്റിറ്റീസ് ഒന്നൊന്നായിട്ട് നിങ്ങൾ ഓർത്തിരിക്കണം. ഇത് ഓർത്തിരിക്കുമ്പോഴാണ് നമുക്ക് ഈ ഐഡൻറ്റിറ്റീസിൻ്റെ ഡിഫറെൻറ്റ് പേഴ്സിനെ നമുക്ക് തരും. അന്ന് എക്സാമിന് പ്രത്യേകിച്ച് ഒരു മൾട്ടിപ്പിൾ ചോയ്സ് എക്സാമിൽ എന്നിട്ട് നമ്മളോട് അതിൻ്റെ ആൻസറൊക്കെ ചോദിക്കും. അതുകൊണ്ട് ഇത് മൂന്നും ശരിക്കും ഒന്ന് ഓർത്തിരിക്കുക. ഇനി നമ്മൾ ഇതിലെ ഈ മൂന്നെണ്ണത്തിലെയും ഡിഫറൻഷ്യേറ്റിംഗ് ഫാക്ടർ, മൂന്ന് കീ ഐഡൻറ്റിറ്റീസിലെയും ഡിഫറൻഷ്യേറ്റിംഗ് ഫാക്ടർ ഏതൊക്കെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. നമ്മൾ ഓൾറെഡി കണ്ടതാണ്, ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാൻ കൂട്ടിയാൽ മാത്രം മതി. ഒന്നാമത്തെ നാഷണൽ ആൻഡ് ഡൊമസ്റ്റിക്കിൽ വ്യത്യാസം ഉണ്ടാക്കുന്നത് എന്താണ്? നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. രണ്ടാമത്തെ ഗ്രോസും നെറ്റും വ്യത്യാസം ഉണ്ടാക്കുന്ന ഏതാണ്? ഡിപ്രീസിയേഷൻ. ഇനി മൂന്നാമത്തത് ഏറ്റവും അവസാനം നമ്മൾ കണ്ട് കീ ഐഡൻറ്റിറ്റി, മാർക്കറ്റ് പ്രൈസിനെയും ഫാക്ടർ കോസ്റ്റിനെയും നമ്മൾ വ്യത്യാസം ഉണ്ടാക്കുന്നത് എന്താണ്? നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ്. ഓക്കെ, അതിൽ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്നുള്ള നിങ്ങൾ ഒരു കാരണവശാലും മറക്കരുത്. നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡയറക്റ്റ് ടാക്സിന് സബ്സിഡി കുറയ്ക്കുന്നതാണ്. ഓക്കെ.